ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പോരാടാനൊരുങ്ങി സമാജ്വാദി എസ്പിയും കോൺഗ്രസും. യുപിയിലെ 10 മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസും എസ്പി പാർട്ടിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80-ൽ 43 സീറ്റുകളും നേടാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ സഖ്യമായി തന്നെ മത്സരിക്കാനാണ് ഇരു പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിലും ബിജെപിയെ പിന്തള്ളാനായാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല. പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് 7 സീറ്റുകളിൽ എസ്പിയും 3 സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കാനാണ് സാധ്യത. സംസ്ഥാനത്തെ പ്രബല കക്ഷി എന്ന നിലയിലാണ് സമാജ്വാദി പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ നൽകാൻ തീരുമാനമായത്. സീറ്റിനായി വാശി പിടിച്ച് സഖ്യത്തിന്റെ കൂട്ടുകെട്ടിൽ വിള്ളൽ വീഴ്ത്തരുതെന്ന് സംസ്ഥാന നേതൃത്വത്തിന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. എങ്കിലും സംസ്ഥാന നേതൃത്വം കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുപോലും നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് അല്ല. 5 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും 3 സീറ്റുകളിൽ ബിജെപിയും 2 സീറ്റുകളിലായി RLD, നിഷാദ് പാർട്ടി എന്നിവയ്ക്ക് ഓരോ സീറ്റ് വീതവുമാണുള്ളത്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചുള്ള പോരാട്ടം ഇരു പാർട്ടികൾക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ കണക്കാക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.